നമസ്കാരം. പലതരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പണത്തിന് വേണ്ടിയും അല്ലെങ്കിൽ വൈരാഗ്യത്തോടെയും ഒക്കെ പല പല കാരണങ്ങളിൽ പല രീതിയിലൊക്കെ കിഡ്നാപ്പിംഗ് നടത്തുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു സംഭവം എന്തായാലും ഇതാദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. വളരെ നാടകീയവും വൈകാരികവുമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം ജയ്പൂരിലെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. 14 മാസങ്ങൾക്ക് മുൻപ് തട്ടിക്കൊണ്ടുപോയ ഒരു വയസ്സുകാരനെ പോലീസ് കണ്ടെത്തി അമ്മയ്ക്ക് കൈമാറിയവയാണ് പോലീസ് സ്റ്റേഷനിൽ ആരും പ്രതീക്ഷിക്കാത്ത രംഗം അരങ്ങേറിയത്. തന്നെ തട്ടിക്കൊണ്ടുപോയ ആളെ വിട്ടുപോകാൻ കൂട്ടുകൂടാതെ കരയുന്ന 2 വയസ്സുകാരനെയാണ് പോലീസിന് കാണേണ്ടി വന്നത്. കൺഫ്യൂഷനായല്ലേ? സംഭവം പറയാം. കുക്കു എന്ന് വിളിക്കുന്ന പൃഥ്വി എന്ന കുട്ടിയെയാണ് തനൂജ് ചഹാർ എന്നയാൾ തട്ടിക്കൊണ്ടുപോയത്. ആഗ്രയിൽ നിന്നുള്ള 33-കാരനായ തനൂജ് ചഹാർ മുമ്പ് അലിഗഡിലെ റിസർവ് പോലീസ് ലൈനിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യണമെന്ന് തന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് തനൂജ് മനസ്സിലാക്കിയിരുന്നു. ഇയാൾ നിരന്തരം വേഷം മാറി, ഫോൺ തീരെ ഉപയോഗിക്കാതെയായി, താടി വളർത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു. ഇയാൾ കുട്ടിയുമൊത്ത് വൃന്ദാവനിലെ യമുന നദിക്ക് സമീപം നിർമ്മിച്ച ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത്. സന്യാസിയുടെ വേഷത്തിലായിരുന്നു ഇയാൾ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഒപ്പം പലരോടും ഇത് തന്റെ മകനാണെന്നാണത്രേ ഇയാൾ പറഞ്ഞിരുന്നത്. ഒടുവിൽ ഇയാൾ കുട്ടിയോടൊത്ത് പിടിയിലാവുകയായിരുന്നു. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. കുട്ടി ഇയാളെ വിട്ടുപോകാൻ വിസമ്മതിക്കുകയും കരയുകയും ചെയ്തു. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് കുട്ടിയെ ഇയാളിൽ നിന്നും അടർത്തി മാറ്റി അമ്മയെ ഏൽപ്പിച്ചത്. കുട്ടിയുടെ കരച്ചിൽ കണ്ട തനൂജും കരഞ്ഞു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കുട്ടിയുടെ അമ്മയായ പൂനത്തിനോട് തനൂജ് നേരത്തെ ഇയാളുടെ കൂടെ വന്ന് താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പൂനം അത് വിസമ്മതിച്ചു. പിന്നാലെ ഇയാൾ പൂനത്തെ ഭീഷണിപ്പെടുത്തുകയും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവുകയും ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒടുവിൽ കുട്ടിയെ പോലീസുകാർ അമ്മയെ ഏൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലുള്ള വീഡിയോ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. വെബ് ഡെസ്ക് തത്തുമായി.